ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഇനി പഠിക്കാനുള്ളത് 2 ഡയമെൻഷണൽ അറേ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ 1 ഡയമെൻഷണൽ അറേസിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി 2 ഡയമെൻഷണൽ അറേ. ഈ 2 ഡയമെൻഷണൽ അറേ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയാം, അറേ നെയിമിൻ്റെ കൂടെ 2 സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ടാവും. അങ്ങനെ 2 സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട് എങ്കിൽ അത് 2 ഡയമെൻഷണൽ അറേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം അറേ നെയിമിൻ്റെ കൂടെ ഒരു സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ഒരു നമ്പറും കൂടെ കാണും. അത് ഒന്നുകിൽ സൈസ് ഓഫ് ദി അറേ ആയിരിക്കും, അറേ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള നമ്പറിന് സൈസ് ഓഫ് ദി അറേ എന്നായിരിക്കും മീനിങ്. അതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ അറേ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ അകത്ത് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് വരുന്ന നമ്പറിന് ഇൻഡെക്സ് പൊസിഷൻ എന്നുമാണ് മീനിങ്. അതേ മീനിങ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇത് അറേ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് അറേയുടെ സൈസിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ ഡിഫൈൻ ചെയ്യാനും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട് എങ്കിൽ അതിനെ 2 ഡയമെൻഷണൽ അറേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ 3 സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ 3 ഡയമെൻഷണൽ അറേ എന്നൊക്കെ പറയാം. നമുക്ക് 3 ഡയമെൻഷണൽ ഒന്നും പഠിക്കാനില്ല, 2 ഡയമെൻഷണൽ അറേ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ഡയമെൻഷണൽ അറേയെ പറ്റിയാണ് നമ്മൾ 1-2 വീഡിയോസ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നമ്മളൊരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ പോകുന്നുള്ളൂ. ആദ്യം നമുക്ക് 1 ഡയമെൻഷണൽ അറേ നിങ്ങൾക്കറിയാം. അത് നമ്മൾ ഇങ്ങനെ ഗ്രാഫിക്കൽ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ നം1 എന്ന് പറയുന്ന അറേയുടെ പേരാണെന്ന് കരുതുക. എന്നിട്ട് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന അറേയുടെ സൈസിനെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന 6 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻറ്റീജർ അറേയാണ് നം1 എന്ന് പറയുന്നത്. അങ്ങനെ കരുതാം. അപ്പോൾ അതിനെ നമ്മളിവിടെ ഇങ്ങനെ ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം 6 എലമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ സൈസ് 6 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് 6 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. 6 എലമെൻറ്റ്സും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ എലമെൻറ്റിനും ഓരോ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ ഇൻഡെക്സ് പൊസിഷനും ഉണ്ട്. അത് 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാം. ഇതിപ്പോൾ 6 എലമെൻറ്റ്സ് ആയതുകൊണ്ട് 0 to 5 ആയിരിക്കും ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് 2 ഡയമെൻഷണൽ അറേ. 2 ഡയമെൻഷണൽ അറേ സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ടേബിൾ ഫോമിലുള്ള ഡാറ്റ ഒരു അറേയിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് സാധാരണ ഉള്ള അറേ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ ഒരു റോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ മൾട്ടിപ്പിൾ റോസ്, മൾട്ടിപ്പിൾ കോളംസ് ഉണ്ടാവും. അങ്ങനെ ഒരു ടേബിൾ ഫോമിലുള്ള ഡാറ്റ തന്നെ നമുക്കൊരു 2 ഡയമെൻഷണൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഏതാണ് റോ ഏതാണ് കോളം എന്ന് നിങ്ങൾക്കറിയാമോ? റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടുള്ള അറേഞ്ച്മെൻറ്റിനാണ് റോസ് എന്ന് പറയുന്നത്. വെർട്ടിക്കലായിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെ കോളംസ് എന്നുമാണ് പറയുന്നത്. ഇത് കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിലെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഹൊറിസോണ്ടലായിട്ടുള്ളതിനെ റോസ് എന്നും വെർട്ടിക്കലായിട്ടുള്ളതിനെ കോളംസ് എന്നുമാണ് പറയുന്നത്. ഇവിടെ ഞാൻ 5, 6 എന്ന് കൊടുത്തിട്ടുണ്ട്. നം2 അത് അറേയുടെ പേരാണ്. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് 2 സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട്. ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ 5 എന്നും രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 6 എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് റോസും കോളംസ്. ഇത് സൈസ് തന്നെയാണ്. സൈസ് റോസിൻ്റെ എണ്ണം കോളംസിൻ്റെ എണ്ണം വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എത്ര റോസ് ഉണ്ടെന്നാണ്. ഇവിടെ ഈ ടേബിൾ നോക്കുക, ഇതിൽ എത്ര റോസ് ഉണ്ട്. റോസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണത്. 1, 2, 3, 4, 5 റോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ നമ്പർ 5 എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്പർ 6 ആണ്. ഈ 6 റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് കോളംസിനെയാണ്. ഇവിടെ കോളംസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ അറേഞ്ച് ചെയ്യുന്നത് 1, 2, 3, 4, 5, 6 അങ്ങനെ 6 കോളംസ് ഉണ്ട്. അപ്പം 5 റോ 6 കോളം ഉള്ള ഒരു ഇൻറ്റീജർ 2 ഡയമെൻഷണൽ അറേയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് 5, 6 എന്ന് കൊടുക്കാം. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അത് ആദ്യം 5 എന്നും രണ്ടാമത്തെ 6 എന്നും. അപ്പം ആദ്യത്തെ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് റോസ് ആണ്. രണ്ടാമത്തെ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് കോളംസ് ആണ്. ഇതിനും മറ്റേലെ പോലെ തന്നെ ഇൻഡെക്സ് പൊസിഷൻസ് എല്ലാം ഉണ്ട്, ഇൻഡെക്സ് നമ്പേഴ്സ് എല്ലാം ഉണ്ട്. അത് 0-ലാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നോക്കുക, ഈ കോളമിൻ്റെ ഈ ടേബിൾ നോക്കണ്ട, ഇനി ഈ ടേബിൾ മാത്രം നോക്കുക. ഇതിപ്പം നമ്പർ എന്നാണ് ഞാൻ ഈ അറേക്ക് നെയിം കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേയാണ്. ഇത് 2 ഡയമെൻഷണൽ അറേയാണ്. ടേബിൾ ഫോമിലുള്ള ഡാറ്റയാണല്ലോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സൈസ് നിങ്ങൾക്കൊന്ന് പറയാനൊക്കെ. ഇതിപ്പോൾ നോക്കുക, എത്ര റോസ് ഉണ്ട്. 1, 2, 3 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 4 കോളംസ് ഉണ്ട്. 1, 2, 3, 4. അപ്പം 3 into 4 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്പർ എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 എന്നും 4 എന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് 2 ഡയമെൻഷണൽ അറേയാണ്. നമ്പർ എന്നാണ് അറേയുടെ പേര്. അതിന് 3 റോസും 4 കോളംസും ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അതാണ് 3/4 എന്ന് പറയുന്നത്. ഈ
ഇത് നോക്കാം. ഇവിടെ 5 6 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര ഇൻഡെക്സ് പൊസിഷൻസ്, എത്ര ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ടാവും? ഇതിൻ്റെ ടോട്ടൽ, അതായത് എത്ര എലമെൻറ്റ്സ് ഈ കാണിച്ചിരിക്കുന്ന അറേയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും, എത്ര എലമെൻറ്റ്സ്, മാക്സിമം എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്ന് കണ്ടെത്താനായിട്ട് ഈ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മാത്രം മതി. 5 × 6 എന്ന് പറഞ്ഞാൽ 30 നമ്പേഴ്സ് ഇതിൻ്റെ അകത്ത് ഈ അറേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പം 30 നമ്പേഴ്സ് ഉണ്ട്, അതായത് 5 × 6 30 നമ്പേഴ്സ് ഉണ്ട്. അതായത് 30 ഇൻഡെക്സ് പൊസിഷൻസ് ഇതിൻ്റെ ക്യാരക്ടർ അറേ, ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേയിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ 12 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 12 ഇൻഡെക്സ് പൊസിഷൻസ് ഉണ്ട്. അതായത് 12 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. 3 × 4 എടുക്കുമ്പോൾ 12 വരുന്നത്. ആ 12 എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4, അടുത്ത 4, അടുത്ത 4, അതായത് 3 റോയിൽ 4 കോളംസിലായിട്ട് 12 എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇൻഡെക്സ് പൊസിഷൻസ് ഉള്ളത്. ഇതിൻ്റെ ഇൻഡെക്സ് പൊസിഷനും നമ്മുടെ 1 ഡയമെൻഷണൽ അറേ പോലെ തന്നെ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ റോസ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 ഇത് ആദ്യത്തെ റോയ്ക്ക് 0 എന്നാണ് ഇൻഡെക്സ് നമ്പർ വരുന്നത്. രണ്ടാമത്തെ റോയ്ക്ക് 1 എന്നാണ് ഇൻഡെക്സ് നമ്പർ വരുന്നത്. മൂന്നാമത്തെ റോയ്ക്ക് 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോളംസ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ തന്നെയാണ്. ആദ്യത്തെ കോളത്തിന് 0 എന്ന ഇൻഡെക്സ് നമ്പർ ആയിരിക്കും കൊടുത്തതിന്, രണ്ടാമത്തെ കോളത്തിന് 1 എന്ന ഇൻഡെക്സ് നമ്പർ ആയിരിക്കും കൊടുത്തതിന്, അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഈ നമ്പർ 3 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻസ് വേരി ചെയ്യുന്ന അതിൻ്റെ റോസ് 0 to 2 ആയിരിക്കും. കാരണം മൊത്തം 3 റോയാണുള്ളത്. അപ്പോൾ 0 to 2 ആയിരിക്കും റോസിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 to 3 ആയിരിക്കും. ടോട്ടൽ 4 കോളംസ് ആണുള്ളത്, അതായത് 0 to 3. അപ്പോൾ അത്രയും റോസും അത്രയും കോളംസും ആയിരിക്കും ഉള്ളത്. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ എലമെൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമ്പർ എന്ന് എഴുതി 00 എന്ന് കൊടുത്തിട്ടുണ്ട്. 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഓരോന്നിൻ്റെ അകത്ത് 00 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അറേയുടെ സൈസിനെ അല്ല കാണിക്കുന്നത്, അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനെയാണ്. ഇതിലുള്ള ഓരോ സെൽസും അല്ലെങ്കിൽ ഓരോ ഇൻഡെക്സ് പൊസിഷൻസും നമ്മൾ ഈ 2 ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്പർ എന്ന് എഴുതി 00 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 0th റോ 0th കോളമിൽ വരുന്ന സെല്ല്, ആ സെല്ലിൽ സ്റ്റോർ ചെയ്യിക്കുന്ന വാല്യൂ, അതാണ് ഇവിടെ ഈ നമ്പർ 00 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണ് ഇവിടെ 0th റോ 0th കോളം എന്ന് പറയുമ്പോൾ ഈ ഒരു സെല്ലാണ് വരുന്നത്, അതിൻ്റെ വാല്യൂ ആണ് 9 എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്പർ 01 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 0th റോ ഫസ്റ്റ് കോളം, അതായത് 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന കോളം. അപ്പോൾ അതെന്ന് പറയുന്നത് 8 എന്ന ആ ഒരു ഇൻഡെക്സ് പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സെൽ എന്ന് പറയാം. അപ്പോൾ അതാണ് ഇവിടെ 8 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്പർ 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 1 എന്ന് പറയുന്ന റോയിൽ 0 എന്ന് പറയുന്ന കോളം വരുന്ന ആ ഒരു ഇൻ്റർസെക്ഷനിൽ വരുന്ന ആ ഒരു പൊസിഷനിൽ വരുന്ന സെല്ല്, അതിവിടെ 4 എന്നുള്ള വാല്യൂ ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിവിടെ 10 എന്ന് പറഞ്ഞാൽ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇവിടെ 2, ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്നത് ഈ ഒരു സെൽ പൊസിഷനാണ്. അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ അങ്ങനെ ഈ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന ഈ 2 ഡയമെൻഷണൽ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന ഓരോ എലമെൻറ്റിൻ്റെയും ഓരോ ഇൻഡെക്സ് പൊസിഷനെയും നമുക്ക് ഈ 2 ഇൻഡെക്സ് നമ്പേഴ്സ് റോസും കോളംസും അത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻഡെക്സ് പൊസിഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഇൻഡെക്സ് നമ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 2 ഡയമെൻഷണൽ അറേയുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ 2 ഡയമെൻഷണൽ അറേയുടെ അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്തതിൽ നോക്കാം. ഈ 1 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നത്. ആദ്യം അറേയുടെ ടൈപ്പ് ഏതാണ്, അതായത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേയാണോ, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേയാണോ, ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേയാണോ, ഏത് ടൈപ്പിലുള്ള അറേയാണെന്ന് ആദ്യം എഴുതുക, ആ ഒരു കീവേഡ് എഴുതുക. എന്നിട്ട് അറേയുടെ പേര് എഴുതുക. ഈ അറേയുടെ പേര്, അതായത് ഐഡൻറ്റിഫയർ ആണ്, അറേസിൻ്റെ നെയിമും വേരിയബിൾസിൻ്റെ നെയിമും ഫംഗ്ഷൻസിൻ്റെ നെയിമും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് റൂൾസ് നമ്മൾ പഠിച്ചു. അത് പ്രകാരമുള്ള അറേയുടെ പേര് കൊടുക്കുക. എന്നിട്ട് 2 സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് കാണും. അതിൽ ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് റോയുടെ സൈസ് മെൻഷൻ ചെയ്യുക, രണ്ടാമത്തെ ബ്രാക്കറ്റിൻ്റെ അകത്ത് കോളത്തിൻ്റെ സൈസ് റെപ്രസെൻറ്റ് ചെയ്യുക, എന്നിട്ട് സെമി കോളനും കൂടി ഇടുക. അപ്പോൾ ഈ ഒരു സിൻറ്റാക്സിലാണ് നമ്മൾ 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നത്, അതായത് ഒരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് നമ്പർ എന്ന് എഴുതി 5 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 5 റോ 3 കോളം, ഇതിൽ മൊത്തം 15 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ തന്നെ 5 റോ ആണുള്ളത്, അതുപോലെ തന്നെ 3 കോളംസുമാണ് ഈ ഒരു 2 ഡയമെൻഷണൽ അറേ ഉള്ളത്. ഇതെന്ന് പറയുന്ന ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേയാണ്. AVG എന്നാണ് അറേയുടെ നെയിം എന്ന് പറയുന്നത്. അതിന് 3 റോയും 5 കോളംസും ഉണ്ട്. ഇത് ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേയാണ്. അതിൽ 3 റോയും 4 കോളംസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഓരോ
ടു ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന ഈ ഒരു രീതി തന്നെയാണ്. വൺ ഡയമെൻഷണൽ അറേ പോലെ തന്നെ എക്സ്ട്രാ വൺ സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് വരും എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് റോയുടെ സൈസ് ആയിരിക്കും മെൻഷൻ ചെയ്യുന്നത്, രണ്ടാമത്തെ ബ്രാക്കറ്റിൻ്റെ അകത്ത് കോളമിൻ്റെ സൈസ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് അറേ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം നം എന്ന് പറയുന്ന അറേ തന്നെ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിലൊരു പർട്ടിക്കുലർ സെല്ലിലേക്ക് നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഇപ്പം ഈ കാണുന്ന ഈ ഒരു സെല്ല്, ആ സെല്ലിലേക്ക് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടി സിമ്പിളായിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ അറേയുടെ പേര് എഴുതുക, എന്നിട്ട് ആ ഇൻഡെക്സ് പൊസിഷൻ എന്താണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 5 എന്നാണ് എനിക്ക് വരേണ്ടത്, ഈ ഒരു സെല്ലിലോട്ടാണ് എനിക്ക് 5 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഈ സെല്ലെന്ന് പറയുന്നത് എത്രാമത്തെ റോയിലാണ് ഇൻഡെക്സ് പൊസിഷൻ നോക്കപ്പം 0, ഇത് ആദ്യത്തെ റോ എന്ന് പറഞ്ഞാൽ 0 ഇൻഡെക്സ് പൊസിഷനാണ്, രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് 1 എന്ന ഇൻഡെക്സ് പൊസിഷനാണ്. അപ്പോൾ അതാണ് 1 എന്ന് പറഞ്ഞ് ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് കോളം മെൻഷൻ ചെയ്യുക. കോളം എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ ഏതാണ്, ഇതിൻ്റെ കോളത്തിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 0, ഇതിൻ്റെത് 1, ഇതിൻ്റെ 2. അപ്പം രണ്ടാമത്തെ ഇൻഡെക്സ് പൊസിഷനിലുള്ള കോളം. അപ്പോൾ അതാണ് ഇവിടെ 1, 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നം 1, 2 എന്ന് പറഞ്ഞാൽ അത് ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സെല്ലെന്ന് പറയുന്നത് ഈ ഒരു സെല്ലായിരിക്കും. അപ്പോൾ അതിലോട്ടാണ് 5 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഒരു വാല്യൂ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ, ടു ഡയമെൻഷണൽ അറേയുടെ ഒരു ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ അറേയുടെ പേര് എഴുതുക, ഇൻഡെക്സ് പൊസിഷൻസ് റോസിൻ്റെയും കോളത്തിൻ്റെയും എത്രാമത്തെ റോ ആണ്, എത്രാമത്തെ കോളം എന്താണ് എന്ന് ആ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു ആ വാല്യൂ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇപ്പം ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേ ആണെങ്കിൽ അതിലോട്ടൊരു ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ സിംഗിൾ കോഡ്സിൽ വേണം കൊടുക്കാം. ക്യാരക്ടർ ആയതുകൊണ്ട് സിംഗിൾ കോഡ്സിൽ വേണമെങ്കിൽ കൊടുക്കാം. അതുകൊണ്ടാണ് സിംഗിൾ കോഡ്സ് ഇട്ടിട്ട് ഒരു എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഇതിൻ്റെ അകത്ത് എഴുതിയത്. ഇവിടെ ഞാൻ ഗ്രേഡ് എന്ന് എഴുതി, അറേയുടെ പേരാണ് ഗ്രേഡ്, എന്നിട്ട് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 2 എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന റോ, അതിപ്പം ഇത് 0, ഇത് 1, ഇത് 2. അപ്പോൾ ഇതാണ് റോ എന്ന് പറയുന്നത്. കോളമായിട്ട് 2 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കോളം എന്ന് പറയുമ്പം ഇത് 0, ഇത് 1, ഇത് 2. അപ്പോൾ ഈ ഒരു പൊസിഷനിലോട്ടായിരിക്കും ഈ എ എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ ഇൻഡെക്സ് പൊസിഷനും നമുക്ക് ചൂസ് ചെയ്ത് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ അല്ലാതെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ വാല്യൂസും, ഒരു ടു ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ വാല്യൂസും നമുക്ക് ആദ്യമേ തന്നെ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വൺ ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ടു ഡയമെൻഷണൽ അറേയും ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ സാധാരണ വൺ ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാം. അറേയുടെ പേര് എഴുതുക, അറേയുടെ സൈസും കൂടെ കൊടുത്തിട്ടുണ്ട്, അപ്പോഴാണ് അറേ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യേണ്ട എലമെൻസിൻ്റെ വാല്യൂസ്, എന്ത് ഡാറ്റയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ വാല്യൂസും കൂടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് സെമിക്കോളൻ ഇട്ട് കൊടുക്കുന്നു. ഇതൊരു വൺ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടു ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എനിക്ക് നമ്പർ എന്ന് പറയുന്ന പേരുള്ള ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു ടു ഡയമെൻഷണൽ അറേയാണ് വേണ്ടത്. അതിൻ്റെ സൈസ് 2/3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 2 കോളം 2 റോ 3 കോളം. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു ടേബിൾ ഫോമിൽ വേണം റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ 2 റോസ് ഉണ്ട്, ഇവിടെ ഇതൊരു റോ, ഇത് രണ്ടാമത്തെ റോ, 2 റോയുണ്ട്, 3 കോളവും ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ഫോമിൽ ഞാനിവിടെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 എന്ന ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടേബിൾ ഫോമിലുള്ള ഡാറ്റ എനിക്ക് ഈ നമ്പർ എന്ന് പറയുന്ന ഒരു ടു ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യണം. ഈ ഡാറ്റയും കൂടെ ഈ വാല്യൂസും കൂടെ ഇനിഷ്യലൈസ് ചെയ്യണം. അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻഡ് ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് ആദ്യം പറയുക, അറേയുടെ പേര് മെൻഷൻ ചെയ്യുക, എന്നിട്ട് അറേയുടെ സൈസ് മെൻഷൻ ചെയ്യുക. 2/3 എന്നാണ് സൈസ് കൊടുത്തിട്ടുള്ളത്. സൈസ് മെൻഷൻ ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് ആ വാല്യൂസ് അതേ ഓർഡറിൽ തന്നെ, അതായത് ഓരോ റോ ബൈ റോ ആയിട്ട് നമുക്കിവിടെ അതുപോലെ അങ്ങ് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കണ്ടെന്ന് വെച്ചാൽ ഇവിടെ 2/3 ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് മൊത്തം 6 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ആ 6 എലമെൻറ്റ്സ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ റോ ബൈ റോ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ റോയിലുള്ള എലമെൻറ്റ്സ് ഫില്ല് ചെയ്യും. ആദ്യത്തെ റോ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലുള്ള റോ, അതിലുള്ളതായിരിക്കും ആദ്യം ഫില്ല് ചെയ്യുന്നത്. അതിപ്പോൾ 3 എണ്ണമാണുള്ളത്, കാരണം 3 കോളംസ് ആണുള്ളത്. അപ്പം ആദ്യത്തെ റോയിൽ 3 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അടുത്ത റോയിൽ വന്നിട്ട് അടുത്ത ബാക്കിയുള്ള എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യും. അങ്ങനെ റോ ബൈ റോ ആയിട്ടായിരിക്കും ആ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കിവിടെ ഒരുമിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരുമിച്ച് തന്നെയാണ് വാല്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഓരോ റോ ബൈ റോ ആയിട്ടായിരിക്കും അത് എലമെൻറ്റ്സ് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. ഇത് കുറച്ചും കൂടെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് പറയാം. ഓരോ റോ ബൈ റോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം ഒരു കേർലി ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് പിന്നെ 2 കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു റോയിൽ വരുന്ന എലമെൻറ്റ്സ് ഇങ്ങനെ കോമയിട്ട് മെൻഷൻ ചെയ്യാം.
എന്നിട്ട് വീണ്ടും ഒരു കോമ ഇട്ടിട്ട് അടുത്ത ഒരു സെറ്റ് ഓഫ് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അടുത്ത റോയിൽ വരുന്ന എലമെൻസിനെ നമുക്കിങ്ങനെ ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ഈ ഇട്ട കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കേളി ബ്രാക്കറ്റ് ഇടുക, സെമിക്കോൺ ഇടുക. നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരിക്കും സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതല്ല കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് അറേ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്ട്രാ 2-3 കേളി ബ്രാക്കറ്റും കൂടി ഇട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ കോമ മറന്നു പോകരുത്, അവിടെ ഒരു കോമയും കൂടെ ഉണ്ട്. 2 സെറ്റ് ഓഫ് റോസിനെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കോമയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുമല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ഇങ്ങനെയും എഴുതാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ ഇട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും കേളി ബ്രാക്കറ്റ് അടുത്ത ലൈനിൽ ഇങ്ങനെ കേളി ബ്രാക്കറ്റ് 2 ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു റോയിൽ ആദ്യത്തെ റോയുടെ എലമെൻസിനെ നമുക്ക് മെൻഷൻ ചെയ്യാം. എന്നിട്ട് കോമ ഇട്ടിട്ട് അടുത്ത സെറ്റ് ഓഫ് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അടുത്ത രണ്ടാമത്തെ റോയിലുള്ള വാല്യൂസിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റും, പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ സ്പേസ് എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, മിക്കവാറും ഞാൻ പ്രോഗ്രാമിൽ മിക്കവാറും ഈ ഒരു രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അതല്ല ഈ ഒരു മെത്തേഡ് ആണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാം, തെറ്റൊന്നുമില്ല, സിൻറ്റാക്സ് എറർ ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു രീതി നമുക്ക് നമ്മുടെ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേയിൽ യൂസ് ചെയ്യാം. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേസിലും ഈ ഒരു രീതി തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ വേറെ ഒരു മെത്തേഡുണ്ട്. അതായത് സാധാരണ ഈ ഒരു രീതിയിലാണ് ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള 2 ഡയമെൻഷണൽ അറേ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പം സിറ്റി എന്നുള്ള പേരുള്ള ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള 2 ഡയമെൻഷണൽ അറേയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് 4 റോസ് ഉണ്ട്, 12 കോളംസും ഉണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് 4 റോസ് ഉണ്ട്. അതായത് ഇവിടെ കാണിച്ചിരിക്കും പോലെ 4 റോസ്, 1, 2, 3, 4. ഈ ഓരോ റോയിലും ഓരോ സ്ട്രിങ് വെച്ചിട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ട്രിവാൻഡ്രം, എറണാകുളം, കൊല്ലം, കോഴിക്കോട് എന്ന ഓരോന്നും ഓരോ സ്ട്രിങ് ആണ്. ഇവിടെ ഓരോ സ്ട്രിങ്ങിൻ്റെ അവസാനം ഒരു നൾ ക്യാരക്ടറും കൂടെ ഉണ്ട്. ഞാനത് ഇവിടെ കൊടുത്തില്ല എന്നേ ഉള്ളൂ. \0 എന്ന് പറയുന്ന നൾ ക്യാരക്ടറും കൂടെ ഉണ്ട്. ഞാൻ അവിടെ കൊടുത്തില്ല എന്നേ ഉള്ളൂ. കൊടുത്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നൾ ക്യാരക്ടറും കൂടെ സ്റ്റോർ ആയിക്കോളും അറേയിലോട്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ ഓരോ റോയിലും ഓരോ സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ 12 എന്ന് പറയുന്നത് 12 കോളംസ് ഉണ്ട്. അതായത് അപ് ടു 12 ക്യാരക്ടേഴ്സ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ ട്രിവാൻഡ്രം മാത്രമേ ഏറ്റവും കുറച്ച് ലെങ്ത് കൂടിയ സ്ട്രിങ് ആയിട്ട് വരുന്നുള്ളൂ. അത് തന്നെ 12ൻ്റെ അകത്തേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോ റോയിലും ഓരോ സ്ട്രിങ് വെച്ച് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നോക്കാം. ഒരു സ്ട്രിങ്, അതായത് ഒരു സ്ട്രിങ് ഒരു ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യേണ്ട രീതി. ആദ്യം ചാർ എന്ന ഡാറ്റ ടൈപ്പ് എഴുതുക, അറേയുടെ പേര് എഴുതുക, എന്നിട്ട് സൈസ് സെറ്റ് ചെയ്യുക, 412 സൈസ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അടുത്ത ലൈനിൽ ഓരോ സ്ട്രിങ്ങിനെ നമുക്ക് ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. വേറെ കേളി ബ്രാക്കറ്റ് ഇവിടെ ഇട്ട പോലെ ഇങ്ങനെ കേളി ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇത് സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോട്ട്സ് ഇട്ടാൽ മതി. ഓരോ സെറ്റ് ഓഫ് ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് സ്ട്രിങ് എന്താണോ അതിനെ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. എന്നിട്ട് വീണ്ടും കോമ ഇടുക. അടുത്ത ലൈനിൽ വീണ്ടും 2 ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ആ സ്ട്രിങ്ങിനെ മെൻഷൻ ചെയ്യുക, എന്നിട്ട് കോമ ഇടുക. അങ്ങനെ ഓരോ റോയിലും എൻ്റർ ചെയ്യാനുള്ള, ഓരോ റോയിലും സ്റ്റോർ ചെയ്യാനുള്ള സ്ട്രിങ്ങിനെ നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ സ്ട്രിങ്ങും ഓരോ റോസിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇത് 0 എന്ന് പറയുന്ന റോയിൽ സ്റ്റോർ ചെയ്യും, ഇത് 1 എന്ന് പറയുന്ന റോയിൽ സ്റ്റോർ ചെയ്യും, ഇത് 2 എന്ന് പറയുന്ന റോയിൽ സ്റ്റോർ ചെയ്യും, ഇത് 3 എന്ന് പറയുന്ന റോയിൽ സ്റ്റോർ ചെയ്യും. അപ്പം മൊത്തം 4 റോസ് ആണുള്ളത്. അതായത് 0 to 3 എന്നീ ഇൻഡെക്സ് പൊസിഷനിലുള്ള റോസിലോട്ടായിരിക്കും ഇത് ഓരോന്നും സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും വളരെ ഈസിയാണ്. ഇത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഓരോ സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഓരോ ക്യാരക്ടർ ആയിട്ടല്ല നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓരോ സ്ട്രിങ് ആയിട്ട് ട്രിവാൻഡ്രം, എറണാകുളം അങ്ങനെ ഓരോ സ്ട്രിങ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഈസി ആയിട്ട് റോയുടെ നമ്പർ മാത്രം മെൻഷൻ ചെയ്ത്, അതായത് റോയുടെ ഇൻഡെക്സ് പൊസിഷൻ മാത്രം മെൻഷൻ ചെയ്ത് നമുക്കതിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ സിറ്റി എന്ന് എഴുതി ഒരു സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് മതി. എന്നിട്ട് 0 ഒരു സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0 എന്ന് പറയുന്ന റോ അതിന് സ്റ്റോർ ചെയ്യിക്കുന്ന ആ മൊത്തം സ്ട്രിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സിറ്റി 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ, അതേസമയം സിറ്റി 2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലുള്ള റോ അതിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ മൊത്തമാണ് ഇതിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിറ്റി 2 എന്ന് പറയുന്നെങ്കിൽ ഇത് 1 ഇത് 0, ഇത് 1, ഇത് 2.
അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനുള്ള റോ, അതിലുള്ള സ്ട്രിങ്ങിനെ മൊത്തമാണ് ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ഡയമെൻഷണൽ അറേ ആണ് എങ്കിൽ പോലും നമ്മൾ 2 സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കാറില്ല. ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമേ ഇടുകയുള്ളൂ. എന്നിട്ട് അതിൽ റോ ഏതാണെന്ന്, ആ റോയുടെ ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതുപയോഗിച്ച് നമുക്ക് ആ സ്ട്രിങ്ങിനെ മൊത്തം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ CO എന്ന് എഴുതി സിറ്റി 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന ആ സ്ട്രിങ്ങിനെ മൊത്തമായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സിറ്റി 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എറണാകുളം എന്ന ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലുള്ള ആ ഒരു റോ മുഴുവനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ആ റോയിൽ സ്റ്റോർ ചെയ്യുന്ന ആ സ്ട്രിങ് മുഴുവനായിരിക്കും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 2 ഡയമെൻഷണൽ അറേ ആണ് എങ്കിൽ പോലും ഈ ഒരു സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് തന്നെ അതിന് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരു പ്രത്യേകതയാണ് ഈ ക്യാരക്ടർ അറേയിലുള്ള 2 ഡയമെൻഷണൽ അറേയുടെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു മെത്തേഡ്. ഇതിപ്പോൾ കണ്ടാൽ 1 ഡയമെൻഷണൽ അറേ ആണെന്ന് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി 2 ഡയമെൻഷണൽ അറേ ആണ്. അതിൻ്റെ റോ മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. ആ റോ ഉപയോഗിച്ച് തന്നെ, റോയുടെ നമ്പർ ഉപയോഗിച്ച് തന്നെ അതിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ മുഴുവൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല ഏതെങ്കിലും ഇപ്പം ഈ K എന്ന് പറയുന്ന ലെറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ തന്നെ E എന്ന് പറയുന്ന ഒരു ലെറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ സിറ്റി സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആദ്യത്തെ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ആദ്യത്തേതിൽ 1 എന്നും രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 0 എന്നും ഇട്ട് കൊടുത്താൽ E എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് മാത്രമായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ സ്ട്രിങ്ങിനെ മുഴുവൻ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ ജസ്റ്റ് റോയുടെ നമ്പർ മാത്രം മെൻഷൻ ചെയ്താൽ മതി, ആ സ്ട്രിങ്ങിനെ മുഴുവൻ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേയുടെ ഇനിഷ്യലൈസേഷനും ഡിക്ലറേഷനും എല്ലാം. ബാക്കി ഇനി നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.